ഇതിപ്പോൾ ഇത് നിങ്ങളുടെ ഇതിൽ തന്നെയല്ലേ ചേർത്തിരിക്കുന്നത്. ഇവരെ നിങ്ങൾക്ക് അറിയുമോ? അറിയില്ല. ഈ 9 വോട്ട് നിങ്ങൾ ഈ പറയുന്ന 4C ചേർത്തിട്ടുണ്ട് പറയുന്നു. ഞങ്ങൾക്ക് അറിയില്ല, ഇവരാരും ഞങ്ങൾക്ക് അറിയണതല്ല. നിങ്ങൾ എത്ര കാലം ഇവിടെ താമസിക്കും? ഞങ്ങൾ 4 വർഷമായി ഇതിൽ താമസിക്കും. 4 വർഷമായിട്ട് ഈ ഫ്ലാറ്റിൽ താമസിക്കും. അവരുടെ പേരുകളൊന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. ഇല്ല ഇല്ല, അറിഞ്ഞിട്ടില്ല. ഓക്കെ, ആ പേരുകളൊക്കെ ഓക്കെ, പ്രേക്ഷകർ ഇത് കാണണം. 4C എന്ന പ്രസന്ന ചേച്ചി താമസിക്കുന്ന ഫ്ലാറ്റിലെ മേൽവിലാസിൽ ചില വോട്ടുകളാണ്. 4C ക്യാപിറ്റൽ വില്ലേജ് എന്ന ഫ്ലാറ്റിലെ 4C. ഉറക്കെ വായിച്ചോളൂ. അറിയില്ല. ബാബു, സതീഷ് ബാബു, അറിയില്ല. സുകേഷ്, അറിയില്ല. ഹരിദാസ്, അറിയില്ല. സുധീർ, അറിയില്ല. അജയ്കുമാർ, അറിയില്ല. മനീഷ്. അപ്പോൾ ഈ 9 പേരുകളും ചേച്ചി അറിയാതെ ചേച്ചിയുടെ ഫ്ലാറ്റിൽ വോട്ട് ചേർത്തു അല്ലേ? ചേച്ചി പരാതി കൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പരാതി വന്നപ്പോൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും അന്വേഷണം എന്തെങ്കിലും നടന്നു? അതറിയില്ല. അവിടെ നിന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താണെന്ന് നമുക്കറിയില്ല. ഇത്തരത്തിൽ വേറെ ഈ ഫ്ലാറ്റിലെ ആളുകൾ വോട്ട് ചേർത്തായിട്ട് അറിയോ ചേച്ചിക്ക്? ഈ ഫ്ലാറ്റിൽ വേറെ ഉണ്ടോന്ന് അറിയില്ല. ഓക്കെ, എന്നാലും ചേച്ചി നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കണ്ട. ചേച്ചി താങ്ക് യു ചേച്ചി. സത്യസന്ധമായിട്ട് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ചേച്ചി യഥാർത്ഥത്തിൽ ചെയ്തത് അരുൺകുമാർ ആണ് അപ്പുറത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ല താങ്ക് യു പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, പ്രസന്ന ചേച്ചി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർ മനസ്സിലായി. അപ്പോൾ ജെയ്സൺ, ഒരിക്കൽ കൂടി നമുക്ക് ആ അഡ്രസ്സ് കാണിക്കാം. 4C പ്രസന്ന ചേച്ചിയാണ് ഇപ്പോൾ നമ്മളോട് മറുപടി പറഞ്ഞത്. ജെയ്സൺ വായിച്ച ഈ 9 പേരും ഈ അറിയില്ല. അജിത് കുമാർ, മോനിഷ, ഈ പറയുന്ന മനീഷ് അല്ലേ, അങ്ങനെ പല പേരുകളാണ് വായിച്ചത്. ആ പേരുകളെല്ലാം ചേച്ചി പറയുന്നു അറിയില്ല. 4 വർഷമായി ആ ചേച്ചി അവിടെ താമസിക്കുക. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി അറിയാതെ 9 പേരുകൾ ചേർത്തു. എങ്ങനെയാണ് എന്നുള്ളതാണ്.